ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ വരിയായി ഇറങ്ങി പോകുന്നത് വേറെ എവിടേക്കല്ല നമ്മുടെ ഓണം പർച്ചേസിങ്ങിന് തന്നെയാണ്. ഷോപ്പൊക്കെ തുറന്ന് എല്ലാവരും വാരി വലിച്ചിടുന്നേക്കാളും മുന്നേ നമുക്ക് പോവാം, രാവിലെ തന്നെ പോവാം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് അവസാനം അത് ഉച്ചയായിട്ടാണ് കേട്ടോ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. ആദ്യം തന്നെ അമ്മയ്ക്ക് ഡ്രസ്സ് എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഡോബ് എന്ന് പറയുന്ന ഒരു ലേഡീസ് ഹട്ടിലേക്കാണ് കേട്ടോ പോയത്. 4 ഫ്രണ്ട്സ് 4 ലേഡീസ് അവരുടെ അതായത് 4 കൂട്ടുകാർ തമ്മിൽ നടത്തുന്ന ഒരു ഷോപ്പ് തന്നെയാണ് കേട്ടോ. അവിടേക്കാണ് ഞങ്ങൾ ആദ്യം ഒരുപാട് നല്ല കളക്ഷൻസ് ഒക്കെ ഓണത്തിന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് തന്നെ തുടങ്ങാം എന്ന് വിചാരിച്ചിട്ട് അമ്മയ്ക്ക് ഒരു ചുരിദാർ റെഡിമെയ്ഡ് ചുരിദാറാണ് കേട്ടോ ഞങ്ങൾ നോക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞങ്ങളും കുറേയൊക്കെ കണ്ടപ്പോൾ നോക്കി കേട്ടോ. ഒരുപാട് നല്ല വെറൈറ്റി മോഡലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ലേഡീസിൻ്റെ ഷോപ്പാണല്ലോ, അപ്പം ഒന്നും കൂടെ നമുക്കും കൂടെ നോക്കിയാലും വിചാരിച്ചിട്ട് ഞാനും ചേച്ചിയും അതിനിടയിൽ വെച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡ്രസ്സ് നല്ല കോട്ടൺ മെറ്റീരിയൽസ്, നമുക്ക് നല്ല കംഫർട്ട് കഴിഞ്ഞാൽ കംഫർട്ടായി തോന്നുന്ന തരത്തിലുള്ള ടോപ്പുകളൊക്കെയാണ് കേട്ടോ. കുറേ വെറൈറ്റി ഉണ്ട്. അവസാനം ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിട്ടോ. എനിക്ക് പൊതുവേ ബ്ലാക്ക് ഡ്രസ്സുകൾ ഇല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വെച്ച് നോക്കി. അതിൻ്റെ ഇടയിൽ അമ്മയുടെ സെലക്ഷൻസ് അവിടെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ തോന്നി അമ്മയ്ക്ക് ആദ്യം എടുത്തിട്ട് പിന്നെ നമുക്ക് നോക്കിയാലോ എന്ന് വിചാരിച്ച് അമ്മയുടെ സെലക്ഷനിലേക്കാണ് കേട്ടോ പിന്നെ ഞങ്ങൾ പോയത്. അമ്മയ്ക്കുള്ള മെറ്റീരിയലൊക്കെ നോക്കി. അതിൻ്റെ ഇടയിൽ ആ ചേച്ചി വേറെ ഞങ്ങൾക്ക് വേണ്ടി എടുത്തിട്ട് തരുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഇത്തവണ ചുരിദാറല്ലാതെ ഈ ഒരു ടോപ്പ് മാത്രം അങ്ങനത്തെ ഒരു മോഡൽ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിൻ്റെ കുറേ കളക്ഷൻസ് ആ ചേച്ചി എനിക്ക് എടുത്ത് കാണിച്ചു തന്നു. അതിനിടയിൽ ഞാൻ ചേച്ചിക്ക് വെച്ച് നോക്കിയിട്ട് അങ്ങനെയാണെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓരോന്നും അവൾക്ക് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഡ്രസ്സുകൾ ഒരുപാട് കാണുമ്പോൾ ആർക്കാണെങ്കിലും ഭയങ്കര കൺഫ്യൂഷനാണ്. അതേപോലത്തെ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ നിന്നുണ്ടായിരുന്നത്. ഏത് എടുക്കണം എന്നുള്ള കൺഫ്യൂഷനായിട്ട് അവസാനം അങ്ങനെ എങ്ങനെയാണെങ്കിലും അമ്മ ഒരു ഡ്രസ്സ് ഒപ്പിച്ച് അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് അമ്മ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു മഞ്ഞ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. കുറേ പ്രാവശ്യം ഇട്ട് നോക്കുന്നുണ്ടായിരുന്നു. എങ്കിലും പിന്നെ വേറെ ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് ആളൊന്ന് ട്രയൽ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഡ്രസ്സ് ഞങ്ങൾ എന്താണെങ്കിലും മാറ്റി വെച്ചു. പിന്നെയും ഒരുപാട് കളക്ഷൻസ് കണ്ടപ്പം അങ്ങോട്ടൊക്കെ പോയി അതെല്ലാം ഒന്ന് ട്രയൽ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഫൈനലി ആ ഒരു ഡ്രസ്സ് എടുത്തത്. എൻ്റെ വീഡിയോഗ്രാഫർ ധ്യാനുട്ടനാണ് കേട്ടോ. പിന്നെ അമ്മ ഒരു ബ്ലാക്ക് ചുരിദാറിട്ടിട്ട് വന്നു കേട്ടോ. അത് അത്യാവശ്യം നല്ല ഡ്രസ്സ് തന്നെ ആയിരുന്നു. പക്ഷേ അമ്മയ്ക്ക് ആ മഞ്ഞയിലേക്ക് തന്നെ ആയിരുന്നു കണ്ണ്. ഇനി അതും കഴിഞ്ഞ് അടുത്തത് നോക്കാമല്ലോ എന്ന് വിചാരിച്ച് വേറൊരു മഞ്ഞ കണ്ടപ്പോൾ വീണ്ടും അതിലേക്കായിട്ടോ പിന്നെ അമ്മയുടെ കണ്ണ്. അങ്ങനെ അതും ഒന്ന് ട്രയൽ ചെയ്ത് നോക്കി. പക്ഷേ അത് ഭയങ്കര ലൂസ് പോലൊക്കെ തോന്നിയപ്പോൾ അമ്മയ്ക്കത് വലിയ താല്പര്യമില്ല. പിന്നെ അത് കഴിഞ്ഞ് അടുത്തത് നോക്കി, അത് കഴിഞ്ഞ് അടുത്തത് എടുത്തു. അങ്ങനെ മാറി അമ്മയുടെ ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു ഭയങ്കര കൺഫ്യൂഷനായ ഒരു ഡ്രസ്സ് സെലക്ഷൻ തന്നെയായിരുന്നു അവിടെ നടന്നത്. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഫൈനലി ഞങ്ങൾ ആ ഒരു മഞ്ഞ ഡ്രസ്സ് എടുത്തു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ ഇറങ്ങിയത് കാരണം തന്നെ ഇന്ന് ഫുഡ് പുറത്തുനിന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ